ഹായ്, അവിനാഷാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരളം ഉറ്റുനോക്കിയിരുന്നത് ഷിരൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, കർണാടകയിലെ ഷിരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ലാൻഡ് സ്ലൈഡ് നടന്ന അവിടെ മിസ്സിംഗ് ആയിരുന്ന അർജുനെയും അദ്ദേഹത്തിൻ്റെ ലോറിയും തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള രക്ഷാദൗത്യത്തിലേക്കായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അയാളുടെ വീട്ടിലും ചാനലുകാരും മറ്റ് മാധ്യമങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഈ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമാവുകയും തുടർന്ന് അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും കൂടാതെ അർജുൻ്റെ വീട്ടിലുള്ളവരുടെ അവരുടെ ഒരു മാനസികാവസ്ഥയും അവരുടെ വാക്കുകളും എല്ലാം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയും സർക്കാരിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. മുൻനിര മീഡിയാസ് വഹിച്ച പങ്ക് വളരെ വലുതാണ് ഈ ഒരു വിഷയത്തിൽ. അതിനിടയ്ക്ക് ചില കീടങ്ങളെന്ന് പറയാവുന്ന തരത്തിൽ ചില സോഷ്യൽ മീഡിയ ചാനലുകൾ അവർ കാണിച്ച ചില നെറികേടുകൾ, അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. അതിന് മുൻപ് ഞാൻ പറയട്ടെ, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇവർ അവരുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി യൂട്യൂബ് ചാനലുകളൊക്കെയാണ് കൂടുതലും റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, അർജുനെ കണ്ടു കിട്ടിയെന്നും അർജുൻ്റെ ലോറി കിട്ടിയെന്നും ലോറിക്കകത്ത് മറ്റേ ഈശ്വർ എന്ന് പറയുന്ന പുള്ളി കയറി പറ്റി എന്ന് വരെ തംബ്നെയിൽ കൊടുത്തിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോ, അവരുടെ ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയിട്ട്. അതൊക്കെ മാറ്റിവെച്ചാൽ അതിലും മുകളിലൊരു നെറികേട് കാണിച്ച ഒരു ചാനൽ അവർ കാണിച്ചത് എന്താണെന്ന് നമുക്കറിയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിനെതിരെ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അർജുൻ്റെ കുഞ്ഞിൻ്റെ മുമ്പിലേക്ക് ക്യാമറയും മൈക്കും കൊണ്ട് ചെന്ന് ആ കുട്ടിയുടെ നിഷ്കളങ്കമായ മനസ്സിനെ അവർ ഒപ്പിയെടുക്കുകയായിരുന്നു അവരുടെ റേറ്റിങ്ങിന് വേണ്ടിയിട്ട്. ഒരു സെൻറ്റിമെൻ്റൽ അപ്രോച്ച് നടത്തി ആ സെൻറ്റിമെൻ്റൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ആ വീഡിയോ ഇങ്ങനെയാണ്, നമുക്കതൊന്ന് കാണാം, കേൾക്കാം. പപ്പ എവിടെ പോയി? പപ്പ ലോറി പോയോ? എവിടെ പോയതാ? എവിടെ പോയതാ പപ്പ? ലോറി പോയോ? ലോറി വരുവോ? ഇനി ലോറി വരുവോ? മോൻ ലോറി കയറിയോ? ഇതാണോ ലോറി? ഇതാണ് പപ്പന്റെ ലോറി? അയാളിതിൽ കയറുവോ? അപ്പന്റെ ലോറി ഞാൻ എടുത്തോട്ടെ? മണ്ണ് പോരാൻ പറ്റുമോ? ലോറിയിൽ മണ്ണെടുക്കാൻ പറ്റുമോ? ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇന്നലെ മുഴുവനും അല്ലെങ്കിൽ മിനിയാന്ന് തൊട്ടങ്ങാനാണെന്ന് തോന്നുന്നു സോഷ്യൽ മീഡിയകളിലും മറ്റും ഒരുപാട് വാർത്തകൾ ഇങ്ങനെ വരുന്നത് കണ്ടപ്പോൾ ഞാനും കരുതി എന്തായിരിക്കും ഇത്ര ഇമ്പോർട്ടൻസ് ഇതിന്, അല്ലെങ്കിൽ എന്തായിരിക്കും അവിടെ നടന്ന വിഷയമെന്ന്. അപ്പോൾ ഞാനത് ഇത്രയ്ക്കങ്ങ് ചിന്തിച്ചില്ല. കാരണം നമുക്ക് ഈ ഒരു വിഷയം അറിയാവുന്നത് കൊണ്ടും അർജുൻ്റെ അവസ്ഥ അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥ അറിയാവുന്നത് കൊണ്ടും നമുക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ കുട്ടിക്ക് ഒന്നും അറിയില്ല. ആ കൊച്ചിന് തൻ്റെ അച്ഛൻ എവിടെയാണ്, ജോലിക്ക് പോയി എന്ന് മാത്രമേ ആ കൊച്ചിന് അറിയുള്ളൂ. പക്ഷെ അവളുടെ ചോദ്യങ്ങൾ, ഈ ഒരു അവതാരിക ചോദിക്കുന്ന ചോദ്യങ്ങൾ ഭയങ്കരം തന്നെയാണ്. കാരണം എന്താ അവരെ പറയുക, ഞാൻ അവരെ മോശമായിട്ടൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ബുദ്ധിയില്ലായ്മ ഒരു തെറ്റല്ല. പക്ഷെ അത് പറഞ്ഞു കൊടുക്കാൻ ആ ക്യാമറ തൂക്കി നടന്ന വ്യക്തിക്കെങ്കിലും കോമൺ സെൻസ് ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ചിന്തിച്ചു. കാരണം എനിക്കും വേണമെങ്കിൽ അവിടെ പോകാൻ പറ്റുമായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 1/4 മണിക്കൂർ യാത്രയെ ആ നാട്ടിലേക്കുള്ളൂ, അർജുൻ്റെ നാട്ടിലേക്കുള്ളൂ. എൻ്റെ ജോലി സ്ഥലത്ത് നിന്ന് കേവലം ഒരു 15-20 മിനിറ്റ് യാത്രയേ ഉള്ളൂ. ഈ ഒരു മൊബൈലും കൊണ്ടോ മൈക്കും കൊണ്ടോ എനിക്കും പോകാമായിരുന്നു അവിടെ. പക്ഷേ അത്തരത്തിലൊരു സന്ദർഭം മുതലെടുക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ അതുകൊണ്ടാണ് ഈ 10-13 ദിവസം ഒരു വീഡിയോ പോലും, ഒരു പോസ്റ്റ് പോലും സോഷ്യൽ മീഡിയയിലോ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ എവിടെയും പോസ്റ്റ് ചെയ്യാതിരുന്നത്. ഈ ഒരു വിഷയത്തെ സംബന്ധിച്ചിട്ട് റീച്ച് കിട്ടുമെന്ന് എനിക്കറിയാം. കാരണം അർജുൻ്റെ ഒരു വിഷയം കേരളം ഒന്നടങ്കം ഉറ്റുനോക്കുന്നൊരു വിഷയമാണ്. അത് പോസ്റ്റ് ചെയ്താൽ അതിൻ്റെ തംബ്നെയിൽ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്താൽ റീച്ച് കിട്ടും, എൻ്റെ ചാനലിന് മൈലേജ് കൂടുമെന്നൊക്കെ എനിക്കും അറിയാം. ഞാനത് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ചെയ്തിട്ടില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. ചെയ്യേയില്ല. അങ്ങനൊരു അവസ്ഥ നമ്മുടെ കുടുംബത്തിലും വന്ന് ചേരാവുന്നതേ ഉള്ളൂ. എപ്പോൾ വേണമെങ്കിലും നമ്മളൊക്കെ പുറം ലോകം ആയിട്ട് യാത്ര ചെയ്യുന്നവരാണ്, പുറം ലോകത്തേക്ക് യാത്ര ചെയ്യുന്നവരാണ്. അതായത് വീട്ടിൽ ഒതുങ്ങി കൂടുന്നവരല്ല, ജോലിയുടെ ഭാഗമായിട്ട് യാത്ര ചെയ്യുന്നവരാണ്. അപ്പോൾ
ഈ ഒരു ചാനൽ, ഈ ഒരു ലോക്കൽ യൂട്യൂബ് ചാനലിലെ ആ ഒരു വ്യക്തി, പെൺകുട്ടി ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ആ കുഞ്ഞിനോട് ചോദിക്കുക, മോൻ ലോറിയിൽ കയറുമോ, അല്ലെങ്കിൽ ലോറി ഇനി തിരിച്ചു വരുമോ? എങ്ങനെ ഇതിനെ അവർക്ക് മനസ്സ് വന്നതെന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. അറിവില്ലായ്മയായിരിക്കാം എന്താ പറയുക, ചിലപ്പോൾ അവരുടെ എന്താ പറയുക, ഒരു മെച്യൂരിറ്റി കുറവെന്നൊക്കെ പറയില്ലേ നമ്മൾ, അവസരോചിതമായിട്ട് സന്ദർഭത്തിനനുസരിച്ചിട്ട് പെരുമാറാൻ അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം ഇത്തരത്തിൽ. ഇനി അവർക്ക് നേരെ നടപടികൾ എന്ത് തന്നെ വന്നാലും അതിന് ശേഷം പുറത്തിറങ്ങിയിട്ട് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള വിഡ്ഢിത്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കാമെന്ന് മാത്രമേ പറയാനുള്ളൂ. അത് അവർ മാത്രമല്ല, ഇപ്പോൾ എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ ഒരു പ്രവണത നിങ്ങളിൽ ഉണരുകയാണെങ്കിൽ അത് അടക്കുക. കാരണം നമുക്കറിയാം അത് റീച്ച് കിട്ടുന്ന കാര്യമാണ്. പക്ഷേ അങ്ങനെ ഒരു സന്ദർഭം നമ്മളിങ്ങനെ ഉപയോഗിക്കരുത്, മുതലെടുക്കരുത്, അത്രേ പറയാനുള്ളൂ. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ അവരുടെ സിറ്റുവേഷൻ ജനങ്ങളിലേക്ക് എത്തിക്കണം. അത് മീഡിയാസ് ചെയ്യുന്നുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയകളിലൂടെ ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ പോലും കണ്ടൻ്റ് ആക്കിയിട്ട് ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. അതിൻ്റെ ഭവിഷ്യത്ത് അവരനുഭവിച്ചോട്ടെ. പക്ഷേ ഈ വീഡിയോ ആ പെൺകുട്ടിയോ ആ ക്യാമറാമാനോ അല്ലെങ്കിൽ ആ യൂട്യൂബ് ചാനലുമായിട്ട് ബന്ധപ്പെട്ട ആ ചാനലുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു ചാനലുകൾ മനസ്സിലാക്കുക, ഫെയറായിട്ടുള്ളൊരു കാര്യമല്ല നിങ്ങൾ ചെയ്തത്. നിങ്ങൾ ഈ പറഞ്ഞ കുട്ടിയോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് അന്തസ്സായിട്ട് നല്ല പച്ച മലയാളത്തിൽ മറുപടി തരാൻ എനിക്കറിയാം, മലയാളി സമൂഹത്തിനറിയാം. പക്ഷെ അതൊന്നും ഇവിടെ തൽക്കാലം ഉപയോഗിക്കുന്നില്ല. നിങ്ങളുടെ അറിവില്ലായ്മയായിട്ട് തൽക്കാലം അതിനെ കണ്ട് വിട്ടുകളയാണ്. അതുകൊണ്ട് മാത്രം അച്ചടി ഭാഷയിൽ ഒരു മറുപടിയും പറയുന്നില്ല. ബൈ.